ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ, സംസ്ഥാനത്ത് വിലക്കയറ്റം അതിരൂക്ഷമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തില് ടാക്സ് ഏറ്റവും കൂടുതൽ പിടിച്ചുകൊണ്ട് നമ്മളെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരായി ഈ LDF സർക്കാർ മാറുമ്പോൾ അതിന്റെ ഒക്കെ പരിണിത ഫലം എന്ന് പറയുന്നത് കേരളത്തിലെ വീട്ടമ്മമാർ സാധാരണക്കാരായ കുടുംബിനികളാണ് ഇതിന്റെ എല്ലാം പരിണിതമായ ഫലങ്ങൾ ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊരു സത്യമായി നമ്മുടെ കൊണ്ട് രോഗികളായവർക്ക് ഭക്ഷണം നൽകുന്നതിനും മരുന്ന് നൽകുന്നതിനും ഒക്കെ ഇതിനെ ഉപയോഗപ്പെടുത്തിയതാണ് സർക്കാർ. പക്ഷെ അവർക്ക് കൊടുക്കാവുന്ന ഓണററിയം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കില്ല എന്ന് ദാർഢ്യത്തോടെ പറയുന്ന മന്ത്രിയാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമാണ് മറ്റൊരു വശം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് PSC ചെയർമാന്റെ അടക്കം മന്ത്രിമാരുടെ അടക്കം അവരുടെയൊക്കെ അമിതമായ ദൂർത്തിനും അവരുടെയൊക്കെ അഴിമതിക്കും വേണ്ടിയിട്ട് ഈ സർക്കാരിന് ഫണ്ട് ചെലവാക്കേണ്ട ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ എന്റെക്കാൾ മുമ്പ് സംസാരിച്ച ആദരണീയായ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK മിനിമോൾ പറഞ്ഞു കഴിഞ്ഞു. 2016 മെയ് 24 അധികാരത്തിലേറിയ പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്: ഇനി ഒരു സ്ത്രീക്കും തലയണ കീഴിൽ വെട്ടുകത്തി വെച്ചുറങ്ങേണ്ട അവസ്ഥ വരില്ല എന്ന് പറഞ്ഞ ആ സർക്കാർ അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഊരിപ്പിടിച്ച വാളും നിവർത്തിപ്പിടിച്ച കഠാരയും
ആരംഭിക്കുകയാണ്. ഈശ്വര പ്രവർത്തനം. ജോസഫ് പാഴകൻ എക്സ്മാര് എല്ലാവരും ഇവിടെ കടന്നു നിർവഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം കഴിഞ്ഞ ജനുവരി 4-ാം തീയതി മുതൽ തുടങ്ങിയ യാത്രയാണിത്. ഇന്ന് നമ്മുടെ മുഖത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരുകളുടെ നടപടികൾക്കെതിരെ, അതായത് ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള സമരയാത്രയാണ് നമുക്കിവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കടമ സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ മണ്ഡലം പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ബീന ജോർജിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ കടന്നിരിക്കുന്ന ശ്രീ ജോസഫ് പാഴകൻ സ്വാഗതം ചെയ്യുന്നു. ചെയ്യാനെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ex-MLA ശ്രീ ജോസഫ് പാഴകൻ സാർ, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ബി സാബു, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രമുഖ വ്യക്തികളെ, മഹിളാ കോൺഗ്രസിൻ്റെ പ്രമുഖ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ആ മുദ്രാവാക്യവുമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എംപിക്ക് പ്രത്യേകമായ അഭിനന്ദനം അർപ്പിക്കുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് ജനങ്ങൾക്ക് വേണ്ടുന്ന പ്രബോധനം നൽകുന്നതിനും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും നടക്കുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരെയുള്ള പോർവിളി നടത്തിക്കൊണ്ട് നമ്മോടൊപ്പം ഈ യാത്ര നയിക്കുന്ന അഡ്വക്കേറ്റ് ജെബി മേത്തർ എംപിക്ക് ഒരിക്കൽ കൂടി മുട്ടം പഞ്ചായത്തിൻ്റെ പ്രത്യേകമായ അഭിനന്ദനം. എല്ലാവിധ ഭാവങ്ങളും യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബഹുമാനമായ പ്രിയപ്പെട്ട ex-MLA വ്യാപനം കൃത്യമായി ഈ ഗവൺമെന്റ് ഇവിടെ തടഞ്ഞിരുന്നു എന്നുള്ളത്, ഒരു ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ട് എങ്കിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് കേരളത്തിലെ നിർഭാഗ്യവശാൽ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണ് ഈ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ മുഖ്യ കണ്ണികൾ എന്ന് പറയേണ്ടി വന്നതിൽ അത് രാഷ്ട്രീയമായി നിങ്ങൾ കാണരുത്, ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, കേരളത്തിൽ മയക്കുമരുന്നും ഇതുപോലെയുള്ള ഈ മാഫിയ പ്രവർത്തനവും നടത്തുന്ന ആളുകളിൽ 99% ആളുകൾക്കും രാഷ്ട്രീയ അഭയം കൊടുത്തിരിക്കുന്നത് അത് ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയുമാണ്. അവരൊക്കെ അവരുടെ രാഷ്ട്രീയം, അവർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നതിന്, അവരുടെ ഈ മയക്കുമരുന്ന് വ്യാപാരത്തിന് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന്, പോലീസിൽ നിന്നും സംരക്ഷണം കിട്ടുന്നതിന്, അവർക്ക് യഥേഷ്ടം ഇതിന് വ്യാപാരം നടത്തുന്നതിന്, കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നതിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ വിധ സുരക്ഷിതത്വം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ പിണറായി സർക്കാർ ഇന്ന് സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇന്ന് സമൂഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഒരുക്കിക്കൊണ്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ ജാഥയുടെ പ്രസക്തി വളരെ വലുതാണ്. വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്തരം കാര്യങ്ങൾ പറയാൻ മഹിളാ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കാണ് കൂടുതൽ സാധിക്കുക. നമുക്ക് അടുത്ത ഇലക്ഷനിൽ വിജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സ്വീകരണ സമ്മേളനമായ ഈ മുട്ടം മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്കരിയായ ശ്രീമതി ബീന 162 ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര ചെയ്യുന്നു. കരുത്തോടെ വിരൽ ചൂണ്ടുമെന്ന് മഹിളാ കോൺഗ്രസ് പറയുന്നത് ഒരു സംശയവും വേണ്ട. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ്
കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന LDF സർക്കാരിനെതിരെയാണ്. ഇവിടെ ഓരോ കാര്യമെടുത്ത് നോക്കിയാലും ക്രമസമാധാന നില ഇത്രയും വഷളായ ഒരു സാഹചര്യം നമ്മുടെ ഒന്നും ഓർമ്മയിലില്ല. അതേപോലെ തന്നെ കേരളത്തിൽ സ്ത്രീ സുരക്ഷ എന്നുള്ളത് ഇല്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടം, മയക്കുമരുന്നിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം, കൊലപാതകങ്ങൾ നിത്യസംഭവങ്ങളായി മാറുന്ന സാഹചര്യം, കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാർ, പാവപ്പെട്ടവർ അവർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ ഒന്നും എടുക്കാത്ത സർക്കാരിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ യാത്ര ഓരോ ഗ്രാമങ്ങളിലേക്കും കടന്നു ചെല്ലുന്നത്. ഈ യാത്രയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്, വ്യക്തമാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനം തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസിനെയും UDF-നെയും വിജയിപ്പിക്കാൻ. അതുവഴി മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ ജാഥയുടെ ലക്ഷ്യമാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സഹോദരന്മാരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചോളൂ. 2026 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, UDF-ന്റെ സർക്കാർ എന്നുള്ളത് യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഒരു സർക്കാർ വരുമ്പോൾ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, കൃത്യസമയത്ത് ലഭ്യമാക്കുന്ന, റേഷൻ കടകളിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സമാധാനത്തോടുകൂടി പഠിക്കാൻ കഴിയുന്ന, കേരളത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു സർക്കാരായിരിക്കും UDF-ന്റെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ആ സ്വപ്ന നമ്മുടെ ജാഥയ്ക്കകത്തുള്ള സ്വീകരണമാണ്. സ്വീകരണം നൽകുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ഷൈജ ജോമൻ, മണ്ഡലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ബീന ജോർജ്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ദേവി വണ്ടനാനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ LK ലോയേഴ്സ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സൂരജ് ജോസ്, KS തോമസ്, മുട്ടം കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് നേഹ ഷിബു, IBC മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് മൈക്കിൾ പുരയിടം, കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഡെന്നി പാലക്കാട്ട്, KSP ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അൽഫോൻസ് വാൾബ്രാക്കൻ, യൂത്ത് കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ജോബിസ് ജോസ് മണ്ഡലം പ്രസിഡന്റ്, തുടങ്ങിയ സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി വൈസ് പ്രസിഡന്റ് ശ്രീ ജെന്നീഷ് ബോത്തിങ്കർ, മുട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ് ജോബ്, മുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാകൃഷ്ണ ഡാനിയൽ IPS, അതുപോലെ തന്നെ ശ്രീ സാജൻ കുളമറ്റം, കർഷക കോൺഗ്രസിന് വേണ്ടി സാജൻ കുളമറ്റം, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ആദിവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ശ്രീ റോസമ്മ ചാക്കോ, തുടങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ ശ്രീമതി കൃഷ്ണകുമാരി, മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ഗീത പുഷ്പരാജ്, ASU സംസ്ഥാന കമ്മിറ്റിയുടെ അംഗം ശ്രീമതി കുമാരി നസിയ മുണ്ടപ്പള്ളി, സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ ശ്രീമതി ജിജു റോജി, സംസ്ഥാന കമ്മിറ്റിയുടെ മെഡൽ വാഴക്കഞ്ചി സമർപ്പിക്കും. ഈ യോഗത്തിൽ നന്ദി പറയുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീമതി ബിജി സിയാർ ലക്ഷ്മി. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഈ മഹിളാ കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയങ്കരി ഈ ജില്ലാ കമ്മിറ്റിയിൽ നന്ദി